أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الناس أوصيكم إياي أولا بتقوى الله. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൂത്താപ്പയായ അമ്മായിട്ടുള്ള അബൂ താലിബിൻ്റെ മരണാസന്ന സമയത്തിലേക്ക് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുന്നുണ്ട്. ആ സന്നിധിയിൽ ഖുറൈശി പ്രമാണിമാരും മക്കയിലെ മുശ്രിക്കീങ്ങളുടെ കിങ്കരന്മാരെല്ലാം ആ സദസ്സിൽ സന്നിധരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുന്നുണ്ട്. അവിടെ അബൂജഹലും അബ്ദുല്ലാഹിബ്നും അബീ ഉമയ്യയും എല്ലാം ഉണ്ട്. എല്ലാ ഖുറൈശി കിങ്കരന്മാരും അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുതാബയായ അബൂ താലിബിനോട് സ്നേഹത്തോടെ സങ്കടത്തോടു കൂടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. യാ അമ്മി, എൻ്റെ പൊന്നു മുത്താപ്പ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. കലിമത്തൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, താങ്കളാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്ന പേരിൽ എനിക്ക് എൻ്റെ റബ്ബിനോട് വാദിക്കാമല്ലോ, ആവശ്യപ്പെടാമല്ലോ മുത്താപ്പ എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടിയിട്ട് ആ സദസ്സിൽ ഇരിക്കുന്ന പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം സ്വീകരിക്കാതെ അബൂ താലിബ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നുണ്ട്, മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ആമുൽ ഉസ്നായിക്കൊണ്ട്, സങ്കടത്തിന്റെ വർഷമായിക്കൊണ്ട് ആ ഒരു വർഷത്തെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയും അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മുത്താബയായ അബൂ താലിബും മരണപ്പെട്ട വർഷമെന്ന നിലക്കാണ് ചരിത്രാധ്യാപനങ്ങളിൽ ആമുൽ ഉസ്നായിട്ട് ആ ഒരു വർഷത്തെ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, അബൂ താലിബ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കേവലം ഒരു മൂത്താപ്പയെന്നോ കേവലം പ്രവാചകനെ സംരക്ഷിച്ചൊരു വ്യക്തിയെന്നോ അതിനപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ റസൂലുള്ളാഹിന്റെ 6ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ഉമ്മ 6ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നുണ്ട്. 8ാമത്തെ വയസ്സിലെ വല്യുപ്പയായ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നുണ്ട്. ഉമ്മയുടെ മരണത്തിന് ശേഷം റസൂലുള്ളാഹിനെ പൊന്നുപോലെ നോക്കിയത് റസൂലുള്ളാഹിന്റെ വല്യുപ്പയായിട്ടുള്ള അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂലിന് 8 വയസ്സുണ്ടാകുമ്പോഴാണ്.
പിന്നെ നോക്കിയതും സംരക്ഷിച്ചതും എല്ലാം ചെയ്തത് അബൂ താലിബാണ്. കാരണം ഉപ്പയില്ല, ഉമ്മയും ചെറുപ്രായത്തില് മരണപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് അബ്ദുൽ മുത്തലിബ് മരണാസന്ന സമയത്ത് മകനായിട്ടുള്ള അബൂ താലിബിന് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ മുഹമ്മദിനെ പൊന്നുപോലെ നോക്കണം, അത് അതേ രൂപത്തില് യഥാവിധി നിറവേറ്റിയ വ്യക്തിയായിരുന്നു അബൂ താലിബ് എന്ന് ചരിത്രാധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അബൂ താലിബിന്റെ മറ്റു മക്കളെക്കാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് പൊന്നുപോലെ നോക്കിയിരുന്നു. തന്റെ നെഞ്ചിലെ ചാരി ഉറക്കിയ, അല്ല എങ്കിൽ കിടത്തി ഉറക്കിയ ചരിത്രങ്ങള് അബൂ താലിബിന്റെ ചരിത്രങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാമായിരുന്നു. റസൂലുള്ളാഹിക്ക് പ്രത്യേക പരിഗണന, റസൂലുള്ളാഹിക്ക് പ്രത്യേക സ്നേഹമെല്ലാം അബൂ താലിബ് കൊടുത്തിരുന്നു എന്ന് ചരിത്രാധ്യാപനങ്ങളിലൂടെ കാണുമ്പോൾ ആ അല്ലാഹുവിന്റെ റസൂലിനെ നുബുവത്ത് കിട്ടിയിട്ടും അബൂ താലിബ് സംരക്ഷിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടിയിട്ടും അബൂ താലിബ് സംരക്ഷിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹിനെ വിട്ടുതരണമെന്ന് പറഞ്ഞുകൊണ്ട് ഖുറൈശി കിങ്കരന്മാരെ കടന്നു വരുന്നുണ്ട്. ഖുറൈശി കിങ്കരന്മാരെ കടന്നു വരിക, അബൂ താലിബേ, നിനക്ക് ഖുറൈശികളിലെ ഏറ്റവും നല്ലൊരു പ്രമാണിയായിട്ടുള്ള വ്യക്തിയെ തരാം, മുഹമ്മദിനെ വിട്ടുതരണം. അവിടെ ഒരു പഞ്ച് ഡയലോഗ് അടിക്കുന്നുണ്ട് അബൂ താലിബ്. വല്ലാഹി ലയസ്ലു ഇലൈക ബിജംഇഹിം ഹത്താ വസ്സദ ഫിത്തുറാബി ദഫീനാ. നിങ്ങളെല്ലാവരും കൂട്ടം കൂട്ടമായി എന്റെ അരികിലേക്ക് കടന്നു വന്നാലും, എന്നെ വകവരുത്തുമെന്ന് നിങ്ങൾ പറഞ്ഞാലും, മുഹമ്മദിനെ കൊണ്ടുപോകുമെന്ന് നിങ്ങൾ പറഞ്ഞാലും, ഹത്താ വസ്സദ ഫിത്തുറാബി ദഫീനാ, എന്റെ തല ഈ മണ്ണിൽ കുത്തിയിട്ടല്ലാതെ മുഹമ്മദിന്റെ ശരീരത്തിൽ തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല. അബൂ താലിബേ, അന്ന് ഇസ്ലാം മുസ്ലിം ഒന്നായിട്ടില്ല, എന്നാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ നോക്കിയ വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ അബൂ താലിബ്. ആ അബൂ താലിബ് ഹിദായത്ത് കിട്ടാതെയാണ് മരണപ്പെടുന്നത്. ആ അബൂ താലിബ് മുസ്ലിം ആവാതെയാണ് മരണപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ആ സദസ്സിലേക്ക് കയറി ചെന്നുകൊണ്ട്, യാ അമ്മി, എന്റെ പൊന്നു മുത്താപ്പ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, കലിമത്തൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, ബാക്കി ഞാൻ എൻ്റെ റബ്ബിനോട് ഞാൻ ആവശ്യപ്പെടാം. അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അവിടെ അബ്ദുല്ലാഹി ഇബ്നു അബീ ഉമയ്യയും അബൂജഹലൊക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ മുഖത്തേക്ക് അബൂ താലിബ് നോക്കുന്നുണ്ട്. എന്നിട്ട് അബൂ താലിബ് പറയണേ, യഈറുനി നിസാഉ ഖുറൈശ്, ഖുറൈശി പെണ്ണുങ്ങളടക്കം എന്നെ ആക്ഷേപിക്കും. എന്റെ മരണശേഷം ഇനി ജസഅതു ഇൻദ മൗതി, എന്റെ മരണത്തിന്റെ സമയത്ത് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ നിന്ന്, മാതൃകയിൽ നിന്ന്, പാതയിൽ നിന്ന് ഞാൻ മാറി വ്യതിചലിച്ചു പോയി എന്ന് പറഞ്ഞ് ഖുറൈശി പെണ്ണുങ്ങളടക്കം എന്നെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ മാറാൻ തയ്യാറല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ നിന്നുകൊണ്ട് മരണപ്പെടുന്നു എന്ന് പറഞ്ഞ് അവസാനം കണ്ണടച്ച വ്യക്തിയാണ് അബൂ താലിബ്. പ്രിയപ്പെട്ടവരെ, അബൂ താലിബിനെ സത്യം മനസ്സിലാകാനായിട്ടൊന്നും ആയിരുന്നില്ല, അറിയാമായിരുന്നു. പക്ഷെ പല ദുനിയവിയായ പ്രേരണകളുമാണ് അബൂ താലിബിനെ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ തന്നെ പിടിച്ചു നിർത്തിയതെങ്കിൽ, അബ്ദുൽ മുത്തലിബ് പറയുന്ന ഒരു കവിതാ ശകലമുണ്ട്, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി, മുഹമ്മദിന്റെ മതമാണ് ഏറ്റവും നല്ല മതമെന്ന് എനിക്കറിയാം. മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ, ഈ ലോകത്തുള്ള എല്ലാ ഇസങ്ങളെക്കാളും, ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളെക്കാളും മുഹമ്മദേ നിന്റെ മതമാണ് ഏറ്റവും നല്ല മതമെന്ന് എനിക്കറിയാം. ലൗലൽ മലാമത്തു ഔ ഹിദാറു മസബ്ബതി, ആക്ഷേപങ്ങളില്ലായിരുന്നുവെങ്കിൽ, പരിഹാസങ്ങളില്ലായിരുന്നുവെങ്കിൽ, കുത്തുവാക്കുകളില്ലായിരുന്നുവെങ്കിൽ, കളിയാക്കലുകളില്ലായിരുന്നുവെങ്കിൽ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലായിരുന്നുവെങ്കിൽ, ലവജത്തനീ സംഹം ബിദാക മുബീനാ, മുഹമ്മദേ നിന്റെ മതത്തിന്റെ ധ്വജവാഹകനായി, കൊടിവാഹകനായി, അതിലൊരു അംഗമായി എന്നെ നിനക്ക് കാണാമായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ അബൂ താലിബ് എന്നുള്ളത്. പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ആ അബൂ താലിബിന് കിട്ടാത്ത ഒരു ഹിദായത്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ അബൂ താലിബിന് ലഭിക്കാത്ത ഒരു ഹിദായത്താണ് പ്രിയപ്പെട്ടവരെ
നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അൽ ഹിദായത്തു ബിയദില്ലാഹി തആല യഹ്ദീ മൻ യശാ. ഹിദായത്ത് റഹ്മാനായ റബ്ബിന്റെ കരങ്ങളിൽ നിന്ന് കടന്നു വരുന്നതാ, റബ്ബിന്റെ പക്കൽ നിന്ന് കടന്നു വരുന്നതാ. റസൂലുള്ളാഹ് കരഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ ഏഴാം ആകാശത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് റസൂലുള്ളാഹി ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. മുഹമ്മദേ, നീ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഹിദായത്ത് കിട്ടണമെന്നില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് സന്മാർഗം ലഭിക്കുക, ഹിദായത്ത് ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത്തരം ആയത്തുകളെയല്ലേ ഇമാം നാസിർ സഅദി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഈ ദുനിയാവില് പ്രിയപ്പെട്ടവരെ പലതും നേടാൻ പലതും പണിയെടുക്കേണ്ടില്ലേ. ഒരു വീട് വെക്കാൻ വർഷങ്ങളുടെ പരിശ്രമം വേണ്ടി വരും. മറ്റ് എന്ത് ദുനിയാവിയായ നേട്ടത്തിനും നല്ലൊരു അശ്രാന്ത പരിശ്രമം. ഹിദായത്ത് എന്നുള്ളത് അത് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്നതാണ്. അറാബികൾ വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞല്ലോ, ഞങ്ങള് മുഅ്മിനുകളായിട്ടുണ്ട്, ഞങ്ങൾ മുഅ്മിനായിട്ടുണ്ട്. നീ പറഞ്ഞു, ഇല്ല, നിങ്ങൾ മുസ്ലിമായി എന്നൊക്കെ പറഞ്ഞോളി. ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ ലഭിക്കണമെന്ന ചിന്തയിൽ അവര് പറഞ്ഞത്. അല്ലാഹ് പറഞ്ഞു, അല്ലാഹ് നിങ്ങൾക്ക് നൽകിയൊരു ഔദാര്യമാണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു ഔദാര്യമാണ് ഈമാൻ എന്നുള്ളത്. അതിന് നിങ്ങൾ വലിയ ഫഖ്റ് കൊള്ളണ്ട. നിങ്ങൾക്ക് നൽകിയ ഒരു അതിന് നിങ്ങൾ ഞങ്ങളെന്തോ വലുതായി എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവേണ്ട. റബ്ബിന്റെ ഔദാര്യമാണ് പ്രിയപ്പെട്ടവരെ ഹിദായത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം പ്രാർത്ഥിച്ചില്ലേ. അല്ലാഹുവിന്റെ റസൂലിനൊപ്പം കരയാൻ മാത്രം കഴിഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. പടച്ചറബ്ബേ, സന്മാർഗവും അതുപോലെ തന്നെ ചാരിത്രവും അതുപോലെ തന്നെ തഖ്വയും എനിക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവിന്റെ റസൂൽ അടക്കം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായ ഉപകാരം ഉണ്ടായിട്ടില്ല എങ്കിലും അബൂ താലിബിന് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ അനുവാദം കിട്ടിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിന് കിട്ടിയത്. അതേതാ? രണ്ട് ചെരുപ്പുകൾ ധരിപ്പിക്കും. എവിടെ? നരകത്തിന്റെ ചെരുപ്പുകൾ ധരിപ്പിക്കുകയാണ്. ആ ചെരുപ്പുകൾ ധരിപ്പിച്ചത് കാരണത്താൽ തലച്ചോറ് ഇളകി മറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഏറ്റവും ചെറിയ ശിക്ഷയെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂല് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ലൗലാ അന ലകാന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ. ഞാനില്ലായിരുന്നുവെങ്കിൽ അബൂ താലിബ് നരകത്തിന്റെ അടിത്തട്ടിലാകുമായിരുന്നു. ഏറ്റവും ചെറിയ ശിക്ഷ കിട്ടിയ അവസ്ഥയാണ് തലച്ചോറ് ഇളകി മറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വലിയ അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് പറയാൻ കഴിയണം. നമുക്ക് അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് പറയാൻ കഴിയണം. നമുക്കൊക്കെ തോന്നും നമ്മളൊക്കെ കുറെ പാരമ്പര്യമായി ഉമ്മ മുസ്ലിം ആയതുകൊണ്ട്, ഉപ്പ മുസ്ലിം ആയതുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് വന്ന് അങ്ങനെ ഫഖറായിട്ട് നടക്കുക. നമ്മളൊക്കെ ഇതിന്റെ വില അറിയണമെങ്കിൽ ഇത് ലഭിക്കാത്തവരിലേക്ക് നോക്കണം. ഇത് ലഭിക്കാത്തവരിലേക്ക് നോക്കണം. ഇന്ന് വെള്ളിയാഴ്ച ജുമയുടെ സമയത്ത് ഇവിടെ വന്നിരിക്കാൻ അല്ലാഹു നൽകിയ ഔദാര്യം കൊണ്ട് കിട്ടിയതാണ്. അല്ലാഹ് നൽകിയ ഭാഗ്യം കൊണ്ട് ലഭിച്ചതാ പ്രിയപ്പെട്ടവരെ. അല്ലാതെ എത്ര ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും. എത്ര അധ്യാപനങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും. നൂഹ് നബി അലൈഹിസ്സലാമയുടെയും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെയും ഭാര്യമാരിലെ പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ അവിശ്വാസിനികൾക്ക് ഉദാഹരണമായി പറഞ്ഞത് ഇവരെയാണ്. ആ ആയത്ത് എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. നമ്മെ എത്ര ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ ലറബല്ലാഹു മസലൻ. അല്ലാഹു ഉപമ വെച്ചത് ലില്ലദീന കഫറു, അവിശ്വാസികൾക്ക് ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നത്
ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയെയും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയുമാണ്. അവരാരാ? കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ. സാലിഹീങ്ങളായിട്ടുള്ള എന്റെ അടിമകളുടെ ഭാര്യമാരാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അവിശ്വാസത്തിന്റെ ഉദാഹരണമായി നൂഹ് നബി അലൈഹിസ്സലാമയുടെ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യമാരെ പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകനോട് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, നൂഹ് നബി ഇർകബ് മഅനാ, ഞങ്ങളോടൊപ്പം കേറും മോനെ, വലാ തകും മഅൽ കാഫിരീൻ, നീ അവിശ്വാസികളുടെ കൂട്ടത്തിലായി പോകരുതേ. മോനെന്താ പറഞ്ഞു? ഞാൻ ഈ മലക്ക് മുകളിൽ കയറിയിട്ട് രക്ഷപ്പെട്ടോണ്ട്. പ്രിയപ്പെട്ടവരെ, ഹിദായത്ത് കിട്ടിയോ? നൂഹ് നബിയുടെ ഭാര്യക്ക് കിട്ടിയോ? ലൂത്ത് നബിയുടെ ഭാര്യക്ക് കിട്ടിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മക്കും വാപ്പക്കും കിട്ടിയോ? റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, റസൂൽ എന്റെ ഉപ്പ എവിടെയാണ്? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉപ്പ എവിടെയാണ്? യാ റസൂലല്ലാഹ് ഐന അബീ. റസൂലുള്ളാഹി വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാ, ഫിന്നാർ, അബൂക ഫിന്നാർ, നിന്റെ ഉപ്പ നരകത്തിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഇന്ന അബീ വ അബാക ഫിന്നാർ, എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ്. നിന്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പ നരകത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഉമ്മ നരകത്തിലാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി ചോദിക്കുന്ന അനുവാദം അല്ലാഹുവിനോട്, എന്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റുമോ റസൂലേ? പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തിട്ടില്ല. അനസൂറ, എന്റെ ഉമ്മയുടെ ഖബറൊന്ന് സന്ദർശിക്കാൻ എനിക്ക് അനുവാദം തരുമോ? അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തത്. ഉമ്മക്ക് കിട്ടിയില്ല, ഉപ്പക്ക് കിട്ടിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വാപ്പയില്ലേ, യാ അബത്തി, എന്റെ പൊന്നുവാപ്പ, എന്റെ പൊന്നുവാപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കേൾക്കാനോ കാണാനോ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഇവരെന്തിനാ വിളിച്ച് പ്രാർത്ഥിക്കുന്നു? ഉപ്പ കിട്ടിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ലഭിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എത്ര എത്ര ചരിത്രങ്ങൾ കാണാൻ കഴിയുന്നു. ഇമ്രാൻ ഇബ്നു ഹത്താൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, നിസ്സാരക്കാരനല്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്നടക്കം ഹദീസ് പഠിച്ച വ്യക്തിയാണ്. ഈ വ്യക്തി മരണപ്പെടുന്നത് ഖവാരിജായിട്ടാണ്. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട്, സുന്ദരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം, ആ പെണ്ണ് ഖവാരിജത്താ. അപ്പൊ എല്ലാരും പറഞ്ഞു, അവളെ നീ വിവാഹം കഴിക്കണ്ട, എനിക്ക് ഇതിലും നല്ലത് കിട്ടും. ഈ ഇമ്രാൻ ഇബ്നു ഹത്താൻ പറഞ്ഞു, ഞാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നോളാം അവളെ. നമ്മൾ അങ്ങനെയല്ലോ സാധാരണ പറയല്. ഓ കുഴപ്പമൊന്നുമില്ല, നമ്മളെ വീട്ടിലെത്തിയാണ് ശരിയായിക്കോളും, വലിയ ദീനൊന്നും ഇപ്പൊ നോക്കണ്ട, നമ്മളൊക്കെ ഇപ്പൊ എല്ലാവരും പള്ളിക്കും ഇതൊക്കെ പോണതല്ലേ, അവിടെ കൂടെ കൂടുമ്പോ ശരിയാകും. ഇതേ രീതി ഇമ്രാൻ ഇബ്നു ഹത്താൻ സ്വീകരിക്കുകയാണ്. അവളുടെ ഭംഗിക്ക് പ്രാധാന്യം കൊടുത്തു, അവളുടെ ദീനിന് പ്രാധാന്യം കൊടുത്തില്ല. അങ്ങനെ വിവാഹം കഴിച്ചു. ഈ ഖവാരിജത്തായ പെണ്ണ് ഇദ്ദേഹത്തെ ഖവാരിജാക്കി എന്നുള്ളതാണ്. നോക്കിയേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ സദസ്സിലിരുന്ന് പഠിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിത്വങ്ങൾ. ഇതൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ, നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ട റജ്ജാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. റസൂലുള്ളാഹിനെ കണ്ട വ്യക്തിയാ, സ്വഹാബത്തിനോടൊപ്പം ഉണ്ടായ വ്യക്തിയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫ കാലഘട്ടം, ഭരണകാലഘട്ടം, മുസൈലിമത്ത് ബിൻ കദ്ദാബ് എന്ന കള്ളപ്രവാചക വാദവുമായി ഒരു വ്യക്തി കടന്നു വരിക. ഈ വ്യക്തി കടന്നു വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മുസൈലിമയെ വകവരുത്താൻ വേണ്ടിയിട്ട്, കാരണം പ്രവാചകത്വം വാദിക്കുകയാണ്, അന്നത്തെ ഭരണാധികാരിയാണ്, ഇസ്ലാമിക രാജ്യമാണ്, ഇവനെ വകവരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുക. ആരുടെ? റജ്ജാലിനെ പറഞ്ഞയക്കുക. റജ്ജാൽ മുസൈലിമയുടെ പടക്കോപ്പുകളും സന്നാഹങ്ങളും ആഡംബരങ്ങളും കൺകുളിർമയേകുന്ന ആ സൗകര്യങ്ങളും എല്ലാം കണ്ടപ്പോ കണ്ണു മഞ്ഞളിക്കുക എന്ന് പറയല്ലോ, കണ്ണു മഞ്ഞളിക്കുക എന്ന് പറയല്ലോ. ഈ അവസ്ഥ കണ്ടിട്ട് മുസൈലിമയുടെ മദ്ഹബിലേക്ക് റജ്ജാൽ മാറുക, മുർത്തദായിട്ടാണ് മരണപ്പെടുന്നത്. ഇമ്രാൻ ഇബ്നു ഹത്താൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടാണ് മരണപ്പെടുന്നത്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ ആക്ഷേപിച്ചു പാടി. നിസ്സാരമല്ല. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയാണ്, ഒരു റജുൽ ഉണ്ടായിരുന്നു,
നസ്രാനിയായ കാന റജുലുൻ നസ്രാനിയൻ, ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു വ്യക്തി, ഫഅസ്ലമ, അദ്ദേഹം മുസ്ലിമായി. വഖറഅൽ ബഖറത വആലി ഇംറാന, അദ്ദേഹം സൂറത്തുൽ ബഖറയും ആലി ഇംറാനും ഒക്കെ പാരായണം ചെയ്തു. ഫകാന യക്തുബു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി അദ്ദേഹം വഹ്യടക്കം എഴുതി വെക്കുന്നവനായി മാറി. ഫആദ നസ്രാനിയൻ, പിന്നീട് അദ്ദേഹം നസ്രാ മതത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. നസ്രാനിയായിരുന്നു, മുസ്ലിമായി, സൂറത്തുൽ ബഖറയും ആലി ഇംറാനും ഒക്കെ പാരായണം ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ കുത്താബിൽ വഹിയായിക്കൊണ്ട് വഹി രേഖപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം പറയാണ്, വീണ്ടും നസാറ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട്, മാ യദ്രി മുഹമ്മദ് ഇല്ലാ മാ കതബ്തു ലഹു, ഞാൻ എഴുതിയതല്ലാതെ മുഹമ്മദിനൊന്നും അറിയില്ല, ഞാൻ എഴുതിയതല്ലാതെ മുഹമ്മദിനൊന്നും അറിയില്ല. ആ അവസ്ഥയിലേക്ക് മാറി. പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി മരണപ്പെടുന്നുണ്ട്. ഈ വ്യക്തി മരണപ്പെടുന്നുണ്ട്. ഈ വ്യക്തിയെ അവിടെയുള്ള നസാറ മതപ്രകാരമുള്ള എല്ലാവിധ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ഈ വ്യക്തിയെ മറമാടുകയാണ്. പ്രഭാതമായപ്പോൾ ഭൂമി ഈ വ്യക്തിയെ പുറന്തള്ളിന. അവർ വീണ്ടും അവർ പറഞ്ഞു, ഇത് മുഹമ്മദിന്റെയും ആളുകളുടെയും പണിയാ. വീണ്ടും ആഴത്തിലുള്ള കുഴി ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തെ മറമാടിന, പുറത്തേക്ക് ഇട്ടുന്നു. ഇത് എത്ര ചെയ്തിട്ടും അദ്ദേഹത്തെ, ആ വ്യക്തിയെ, നഊദുബില്ല, ആ വ്യക്തിയെ ഖബറിന്റെ ഉള്ളിൽ കിടത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ അവരവിടെ ഇട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവരവിടെ ഇട്ടു എന്നുള്ളതാണ്. ബഗ്ദാദിലെ 40 വർഷം, എത്ര 40 വർഷം സ്വാലിഹുൽ മുഅദ്ദിൻ എന്നറിയപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. 40 വർഷമാണ് ഇദ്ദേഹം ബാങ്ക് കൊടുത്തു. അദ്ദന 40 വർഷം ബാങ്ക് കൊടുത്തു. ഒരിക്കലേ പള്ളിയുടെ മുകൾ വശത്തേക്ക് മഹാനായ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു തരുന്ന ഒരു വാചകമുണ്ട്. ബലഗനി അൻ റജുലിൻ കാന ബി ബഗ്ദാദ്, ബഗ്ദാദിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഒരു വാർത്ത എനിക്ക് കിട്ടി. അദ്ദേഹം സാലിഹുൽ മുഅദ്ദിനാണ്. അദ്ദന 40 സന വകാന യഅരിഫു ബിസ്സലാഹ്. ആ വ്യക്തി അറിയപ്പെടുന്നത് തന്നെ ഏറ്റവും നല്ല, എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുള്ള, എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ അതീവ ജാഗ്രത കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. സഈദ യൗമൻ ഇലാ, ഒരിക്കലേ ഒരു ദിവസം അദ്ദേഹം പള്ളിയുടെ മുകൾ ഭാഗത്തേക്ക്, മുകൾ നിലയിലേക്ക് കടക്കുകയാണ്. ഫറആ ബിൻത റജുലിൻ നസ്റാനിയിൻ, ഒരു നസ്റാനിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകളെ അദ്ദേഹം കാണാൻ ഇടയാവുകയാണ്. ഈ പെണ്ണിന്റെ വീട് പള്ളിയോട് ചാരുന്നിട്ടാണ്. ഇദ്ദേഹം ആ വീട്ടിലേക്ക് പോയിട്ട് ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറയാണ്. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, എന്റെ മതത്തിലേക്ക് വന്നാൽ നിന്റെ താല്പര്യം ഞാൻ അംഗീകരിക്കാം, നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റിത്തരാം. അങ്ങനെ ഈ വ്യക്തി, ഈ പെണ്ണ് പറഞ്ഞതെല്ലാം ചെയ്തു. ഇസ്ലാം മതത്തിൽ ഹറാമായതും നസാറ മതത്തിൽ അനുവദനീയമായതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കള്ളു കുടിപ്പിച്ച് പന്നിമാംസം തീറ്റിപ്പിച്ച് ഒക്കെ തിന്നു. മുഹമ്മദിന്റെ മതം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്, നിന്നെ എനിക്ക് കിട്ടിയാൽ മതി. അങ്ങനെ ഈ പെണ്ണിന്റെ പിതാവിന്റെ അരിയിലേക്ക് മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോ മൂക്ക് കുത്തി തല നിലത്തിടിച്ച് ഈ വ്യക്തി മരണപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 40 വർഷമാണ് പ്രിയപ്പെട്ടവരെ ബാങ്ക് കൊടുത്തത്. ഈ ഒരു ഹിദായത്തിന് നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം. നമ്മൾക്കൊക്കെ, നമ്മളിന്ന് വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. രാവിലെ എണീക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് ചൊല്ലിയിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക, സോനെ നിന്റെ ദീനിൽ നിന്റെ ഹൃദയത്തെ അടിയുറച്ച് നിർത്തേണമേ എന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുണ്ടോ? ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ച റബ്ബേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ അല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഇജാബത്ത് തരുന്നുണ്ട്, മറുപടി തരുന്നുണ്ട്. വലിയ അബദി മാസാൽ എന്റെ അടിമക്കിനോട് ഇന്നെ എന്തും ചോദിക്കാന്നാണ് ആയത്താണ് ചോദ്യം. എന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ പ്രിയപ്പെട്ടവരെ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം
പടച്ചറപ്പേ, ചൊവ്വായ നേരായ പാതയിൽ എന്നെ വഴി നിർത്തേണമേ, എന്നെ അതിലേക്ക് ചേർത്തേണമേ. ചോദിക്കുന്ന ചോദ്യം തന്നെ അത്രയും പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹിദായത്ത് നിലനിർത്തി തരാൻ വേണ്ടിയിട്ട് റബ്ബിനോട് ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഇതൊരിക്കലും നിസ്സാരമായി കാണേണ്ട, ഇതൊരിക്കലും ഒരു ലാഘവമില്ലാതെ കാണേണ്ട കാര്യമല്ല, ലാഘവത്തോടു കൂടി കാണേണ്ട കാര്യമല്ല. വളരെ ഗൗരവത്തു പടച്ചോനെ, നീ തന്ന ഹിദായത്ത് ഇത് അല്ലാഹു തന്ന ഔദാര്യ. റബ്ബേ, അത് നിലനിർത്തണേ റബ്ബേ. റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ചോനെ, ഹിദായത്ത് ലഭിച്ചതിന് ശേഷം വഴി കെട്ടുപോകുന്ന, വഴികേടിലാകുന്ന അവസ്ഥ എനിക്കുണ്ടാകില്ല നാഥ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകളാണ് പ്രിയപ്പെട്ടവരെ ആധാരം. നമ്മൾ ഒരിക്കലും സമ്പത്ത് നൽകിയത് കൊണ്ടോ ആഡംബരങ്ങൾ നൽകിയത് കൊണ്ടൊന്നും നമ്മൾ വലിയ സംതൃപ്തികൾ അല്ലെങ്കിൽ സൗഭാഗ്യവാന്മാരാണെന്ന് ചിന്തിക്കാൻ പറ്റൂല. അങ്ങനെ നമുക്ക് ഫിറഔനിനെ പറയാമായിരുന്നു, അല്ലേ? സമ്പത്ത് കൊണ്ട് മൂടിയവനാ, അധികാരം കൊണ്ട് മൂടിയവനാ ഫിറഔൻ. ഖാറൂനെ പറയാമായിരുന്നു നമുക്ക്, ഹാമാനെ പറയാമായിരുന്നു നമുക്ക്. ഭംഗി കൊണ്ടാണെങ്കിൽ അബൂലഹബിന് പറയാമായിരുന്നു. അത്രയും ഭംഗി ഉണ്ടായിരുന്നു അബൂലഹബിന്. അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. അല്ലാഹുവിന്റെ ശാപവാചകം കിട്ടുക എന്തിനെ എതിർത്തപ്പോ? ഹിദായത്തിനെ എതിർത്തപ്പോ കിട്ടിയതാ അത്. തബ്ബല്ലക യാ മുഹമ്മദ് അൽഹാദാ ജമഅതനാ. മുഹമ്മദ്, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്. ഏത് പറഞ്ഞപ്പോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ, അബൂ താലിബ് പറഞ്ഞപ്പോ അല്ലാഹ് പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കുക. അബൂലഹബ് ആ രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയതെന്ന് ചരിത്ര അധ്യാപനങ്ങൾ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ഹിദായത്ത് നമുക്ക് സബാത്ത് ഫിദ്ദീൻ, ഈ ദീനില് അടിയുറച്ച് നിർത്തേണ്ടത്, ഈ ദീനിൽ അടിയുറച്ച് നിൽക്കണം. തുടക്കത്തിൽ വലിയ ഉഷാറായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നോക്കിയേ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാ? ഉഖാല ചന്തയിലെ പോക്കിരിയായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പാവനമായ ആശയത്തിനും ആദർശത്തിനും ഉണ്ടായിരുന്ന എത്ര വ്യക്തികളുടെ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞത്. നമുക്കും അറിയാമായിരിക്കും. ഇന്ന അഖീദ പഠിപ്പിച്ച, ഇന്ന നഹ്വ് പഠിപ്പിച്ച, എന്ത് ഖുർആൻ ഓതി തന്ന ഇന്ന വ്യക്തി ഇന്ന സ്ഥലത്താ, ഇന്ന വ്യക്തി ഇന്നതാന്നൊക്കെ പറയാൻ നമുക്കൊരുപാട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരുപാട് വാർത്തകൾ അറിയാൻ കഴിയും, അല്ലേ? ചരിത്രങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് 1000 മീറ്റർ ഓടാനുള്ള ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 800 മീറ്ററും അതിശീഘ്ര വേഗതയിൽ ഓടി മുന്നിലെത്തി അവൻ അവസാന നിമിഷത്തിലെ ഒരു മണിക്കല്ല് തട്ടി വീട് പരാജയപ്പെട്ടാലടക്കം അവൻ പരാജയപ്പെട്ടവനായിട്ടാണ് രേഖപ്പെടുത്തുക. അൽ അഅ്മാലു ബിൽ ഖവാത്തിം, അവസാനത്തെ പ്രവർത്തനങ്ങൾ. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം, അവസാനത്തെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ അത് ഏറെ പ്രാധാന്യമാണ്. അതുകൊണ്ട് പടച്ചോനെ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, പടച്ചറപ്പേ മുസ്ലിമായിട്ടല്ലാതെ എന്നെ മരിപ്പിക്കല്ലേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എങ്ങനെയും ഏത് രൂപത്തിലും മാറാം. നമ്മളെക്കാൾ വലിയ പ്രമാണികളായ, നമ്മളെക്കാൾ വലിയ സദസ്സുകളിൽ ഇരുന്ന, നമ്മളെക്കാൾ വലിയ കൂട്ടായ്മകളിൽ ഉണ്ടായിരുന്ന പലരും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ, ആശയ വ്യതിയാനങ്ങൾ സംഭവിച്ച വാർത്തകളും ചരിത്രങ്ങളും നമ്മൾ കേട്ടു. ജീവിതത്തിലെ അത്തരത്തിലുള്ളൊരു അവസ്ഥ ഇല്ലാതിരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നിലനിൽക്കുന്ന മുഅ്മിനായി, മുസ്ലിമായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يا أيها الناس أوصيكم إياي ثانيا بتقوى الله. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ദിനേനെ അല്ലെങ്കിൽ പലപ്പോഴായി കേട്ടുപരിചയിച്ച സൂറത്താണല്ലോ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഗാശിയ എന്നുള്ളത്. ആ സൂറത്തുൽ ഗാശിയയുടെ ആദ്യ വചനങ്ങൾ ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ചവർ. അങ്ങനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗം. ആമിലത്തുൻ നാസിബ തസ്ലാ നാരൻ ഹാമിയ, പണിയെടുത്ത് ക്ഷീണിച്ചവർ. പക്ഷേ അവരവിടെ തസ്ലാ നാരൻ ഹാമിയ, അവർ ചൂടേറിയ നരകത്തിലാകുന്നു അവർ. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? ദീനാണ്, ദീനിന്റെ പ്രവർത്തനങ്ങളാണ്, ഇബാദത്താണ്, ആരാധനകളാണ് എന്ന് പറഞ്ഞ് പലതും ചെയ്തു കൂട്ടും. പക്ഷെ എന്തുണ്ടാവൂല? ഈമാൻ ഉണ്ടാവൂല. എന്തുണ്ടാവൂല? ഹിദായത്ത് ഉണ്ടാവൂല. എന്തുണ്ടാവൂല? ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയില്ലാത്ത, മാതൃകയില്ലാത്ത, അല്ലാഹു പഠിപ്പിക്കാത്ത കാര്യങ്ങളാവും ചെയ്യുന്നുണ്ടാവും. നല്ലോണം പണിയെടുക്കുന്നുണ്ടാവും. ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ചു. തസ്ലാ നാരൻ ഹാമിയ, അവര് നരകത്തിലാണെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹിദായത്ത് എന്ന മധുരം നുകരാൻ ഭാഗ്യം തന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവറിഞ്ഞ് മനസ്സറിഞ്ഞ് നാവ് കൊണ്ട് ചലിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തത്, അള്ളാഹ് തന്നൊരു അനുഗ്രഹത്തെ അള്ളാഹ്ക്ക് എടുത്തു കളയാൻ കഴിയും, ഒരു സംശയമില്ലാതെ. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നന്ദി കാണിക്കുകയാണെങ്കിൽ അധികരിപ്പിച്ചു തരും. നന്ദികേടാണോ കാണിക്കുന്നതെങ്കിൽ എന്റെ ശിക്ഷ കഠോരമാണ് എന്ന ഇമാം നാസർ സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, അള്ളാഹ് അനുഗ്രഹത്തെ എടുത്തു കളയുന്ന, അള്ളാഹ് മുസ്ലിമാകാനും മുഅ്മിനാകാനും മുവഹിദാവാനും ഒക്കെ ഭാഗ്യം തന്നിട്ട് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ചിട്ടില്ല എങ്കിൽ ഉദിവിർപ്പിച്ച ബലൂൺ പോലെ ഏത് സമയത്തും പ്രിയപ്പെട്ടവരെ പൊട്ടിപ്പോയേക്കാം. അതുകൊണ്ട് ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തത്, നമുക്ക് കിട്ടിയ തൗഫീക്ക്, നമുക്ക് കിട്ടിയ ഹിദായത്ത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. കാരണം ഇതൊരു ഔദാര്യാണ്. മറ്റു പലരും പറഞ്ഞു കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും സച്ചിതരായ വിക്കാവികളും അവരിലൂടെ നമുക്ക് കിട്ടിയ ഈ വലിയ മഹാനുഗ്രഹം അത് എൻ്റെ കരങ്ങളാൽ മറ്റുള്ളവർക്ക് കിട്ടണം. ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലൂടെ ഇസ്ലാം സ്വീകരിച്ചവർ, അങ്ങനെ ഓരോ സഹാബത്തിന്റെ പേരും കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാരണത്താൽ ഒരാൾ നേരായി എന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് പറയാൻ, മനസ്സിനോട് പറയാൻ, പടച്ചറപ്പിന്റെ കോടതിയിൽ പറയാൻ, അങ്ങനെ ഏതെങ്കിലും ഒരാൾ നാട്ടിന്റെ മുന്നിൽ പറയാനല്ല, ഏതെങ്കിലും ഒരാൾ അല്ലേ പഠിച്ചോനെ ആ കുട്ടിയെ ഞാൻ കാരണത്താൽ നേരായ മോനാണല്ലോ, ഞാൻ കാരണത്താൽ നേരായ മോളാണല്ലോ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവണം. അതിന് ഉപകരിക്കുന്ന വലിയൊരു പ്രോഗ്രാം അല്ലേ, നമ്മുടെ പ്രോഫ്കോൺ എന്ന് പറഞ്ഞ പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസ് ഈ ഒരു വർഷം തിരുവനന്തപുരം ജില്ലയിൽ നടക്കുക. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ട് വിസ്ഡം സ്റ്റുഡൻസിന്റെ പ്രവർത്തകരുണ്ട്. നമ്മുടെ മോള് അല്ലെങ്കിൽ നമ്മുടെ മോന്, നമ്മുടെ അയൽവക്കത്തെ, കുടുംബത്തിലെ, നാട്ടുകാര് ആരോ ആയിക്കോട്ടെ, ആ ഒരു കോണ്ടാക്ട് കൊടുത്താൽ, ആ ഒരു നമ്പർ കൊടുത്താൽ, ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്താൽ ബന്ധപ്പെടും. ആ ഒരു മോനെ ഇസ്ലാമിന്റെ പാവനമായ ആശയവും ആദർശവും പഠിപ്പിച്ചു കൊടുത്ത് ധാർമ്മിക ബോധമുള്ള, ധാർമ്മിക മൂല്യമുള്ള
വിദ്യാർത്ഥി സമൂഹമായി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരാൾ പോലും ഉപകരിച്ചില്ല എന്ന് പറഞ്ഞ ഒരു ഫീഡ്ബാക്ക് പോലും കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവര്. മാറി ചിന്തിക്കാൻ കഴിഞ്ഞു. ഒരുപാട് വർഷം ഡ്രഗ്സിനും പോൺ വീഡിയോസിനും അഡിക്റ്റായി ജീവിതത്തെ കൊണ്ടുപോയാലേ എനിക്ക് മാറാൻ സാധിച്ചു എന്ന് പറഞ്ഞ് വിലപിക്കുന്ന വിദ്യാർത്ഥികളെ ആ പ്രോഗ്രാമിന്റെ അവസാനം നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അതിന് നമ്മൾ കാരണക്കാരായ നമ്മുടെ പ്രതിഫലം എത്രയാവും. അതുകൊണ്ട് ഈ വിഷയത്തിൽ നല്ലൊരു പരിശ്രമം ഉണ്ടാകണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മുഅ്മിനായി മുസ്ലിമായി ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ്, നീ നൽകിയ ഹിദായത്ത് നിലനിർത്തണമേ റബ്ബേ. അത് മറ്റുള്ളവർക്ക് ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوة ويا قاضي الحاجات. اللهم عتقنا من النار، اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. الله أكبر الله أكبر. أشهد أن لا إله إلا الله.